ഈ ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾക്ക് ഒരു അവസാനവും. ഇപ്പം മുജീബുർ റഹ്മാൻ്റെ മ്യൂസിയം കാണാനെത്തുന്ന സന്ദർശകരെ അവിടുത്തെ ആളുകൾ അടിച്ചോടിക്കുന്നു. ബീഗം കാലിദാസിയ പറയുന്നു, എന്തിനാണ് ഷേഖ് ഹസീന ഇന്ത്യ വെച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കെതിരെ കേസുണ്ട്, അപ്പോൾ ആ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ എത്രയും വേഗം വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവരെ വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴെങ്ങും ഒരു പരിഹാരം ഉണ്ടാവില്ലേ? അല്ല, ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ചില്ലറ അടിപിടിയൊക്കെ നടക്കുന്നതല്ലാതെ ബാക്കിയെല്ലാം ശാന്തമായി. ഢാക്ക സമ്പൂർണ്ണമായിട്ട് ശാന്തമാണ്. വണ്ടികൾ ഓടുന്നു, സൈക്കിൾ റിക്ഷ പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരു ചിത്രമാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് കാണിച്ചത്. ഏഷ്യാനെറ്റ് പറഞ്ഞു എല്ലാം നോർമലായി, ഇത് പ്രശ്നമൊന്നുമില്ല, വെറുതെ ഈ സിനുജിയും മോഹൻദാസും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് എന്നാണ് ആ വാർത്തയുടെ അർത്ഥം. അത് ഢാക്കയിൽ നിന്ന് ആരോ റിപ്പോർട്ട് ചെയ്ത്, സുന്ദരിയായ ഒരു സ്ത്രീ റിപ്പോർട്ട് ചെയ്യുന്നു. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറല്ല അവർ, വേറെ ആരോ ആണ്. ഏഷ്യാനെറ്റുകാരൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണെന്നുള്ള പേരിൽ അടി വേറെ കിട്ടും. ഏതായാലും ഢാക്കയിൽ എവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമോ അതോ ഢാക്കയുടെ വിഷ്വൽസ് എടുത്തിട്ട് ഇൻ്റർപുലേറ്റ് ചെയ്ത് കാണിച്ചതോ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഢാക്കയിലെല്ലാം ശാന്തമാണ് എന്ന് വരുത്താൻ ജിഹാദികൾക്ക് വേണ്ടി കൂലി പണി ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ തയ്യാറാണ്. വാസ്തവം പറഞ്ഞാൽ ഇന്നലെ സംഭവിച്ചൊരു കാര്യം, ഒരു ബോർഡർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായി. അമിത്ഷാ ആണത് വിളിച്ചു കൂട്ടിയത്. ഒരു ബോർഡർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കി. ബംഗ്ലാദേശിലെ എംബസിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. മുഹമ്മദ് യൂനിസിന് വേണ്ട സന്ദേശങ്ങൾ കൊടുത്തു. അതേ തുടർന്നാണ് മുഹമ്മദ് യൂനിസ് സമാധാനം പാലിക്കണം, മൈനോറിറ്റിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാൻ കാര്യം ഇതാണ്. കാരണം ഇവിടുന്ന് മെസ്സേജ് പോയി, ചേട്ടാ എന്താ പരിപാടി, എന്താ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ബംഗ്ലാദേശിൻ്റെ 3 ചുറ്റും ഇന്ത്യയാണ്. 3 ചുറ്റും. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടൽ. നമ്മളൊന്ന് ഞെരുക്കിക്കഴിഞ്ഞാൽ ഞെരുങ്ങിപ്പോകും ബംഗ്ലാദേശ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശുമായിട്ട് ഒരു മൈനർ ഏറ്റുമുട്ടൽ ഇന്ത്യ നടത്തിയാൽ നമ്മുടെ ആ ചെറിയ പോർഷൻ ഉണ്ടല്ലോ, സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്നത്, അവിടെ നിന്ന് താഴത്തേക്ക് തെക്കോട്ട് കുറേ ഇറക്കിയിട്ട് ഭാരതത്തിന് വേണ്ടി ഒരു ഗോർഖാലാൻഡ് ബേസിക്കലി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1,62,00,000 എസ്റ്റിമേറ്റഡ് അവരുടെ പോപ്പുലേഷൻ. ഇപ്പോൾ ഈ 162 ഓടിപ്പാഞ്ഞൊന്നും വരില്ല അതിർത്തിയിലേക്ക്. കാരണം അവർക്കവിടെ ബിസിനസ്സുണ്ട്, ഭൂമിയുണ്ട്, കെട്ടിടമുണ്ട്, പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പലവിധ കെട്ടുപാടുകളൊക്കെ ഉണ്ട്. വെറുതെ ഇങ്ങനെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് നീ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് വേണ്ടി വരും? ഒരു സഞ്ചിയും തൂക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിപ്പിക്കും. ഇപ്പോൾ ഇവരെ താമസിപ്പിക്കാനുള്ള സ്ഥലം കൂടെ ഇന്ത്യ ചോദിക്കും, ബംഗ്ലാദേശിനോട് ചോദിക്കുകയല്ല, അങ്ങ് എടുക്കും. അങ്ങനെ എടുത്തായിരിക്കും മിക്കവാറും ഇത് തീരാൻ പോകുന്നത്. ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്നു തുടങ്ങി. ബംഗ്ലാദേശിൻ്റെ എക്കോണമി ഊതി വീർപ്പിച്ചൊരു എക്കോണമിയായിരുന്നു. 48 ബില്യണോ മറ്റോ കൊണ്ടുവന്നു ഈ ഷെയ്ഖ് ഹസീന. അത് ചൈനയിൽ നിന്ന് കടം വാങ്ങിയും പിടിച്ചുമൊക്കെയാണ്. ബംഗ്ലാദേശിൻ്റെ വസ്ത്രനിർമ്മാണം ഒരു കാലത്ത് ഢാക്ക മസ്ലിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാം തരം തുണിയായിരുന്നു. അതായത് മൊത്തം ഒരു സാരി നമുക്കൊരു തീപ്പെട്ടിക്കുള്ളിൽ കൊള്ളിക്കാം. അത്ര നൈസായിട്ടുള്ള വസ്ത്രം നെയ്യുന്നവരായിരുന്നു ബംഗ്ലാദേശികൾ. അത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ 2 ലക്ഷം പേരുടെ വിരലുകൾ വെട്ടിക്കളയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്ത്. എന്ന് വെച്ചാൽ അവരുടെ മാഞ്ചസ്റ്ററിലുണ്ടാക്കുന്ന തുണി വാങ്ങാൻ ആളില്ല, ഇവരുടെ തുണിയാണ് എല്ലാവർക്കും വേണ്ടത്. അവസാനം ഒരു നിവൃത്തിയില്ലാതായി കഴിഞ്ഞപ്പോൾ ഇവരുടെ വിരലുകൾ വെട്ടി. എന്തോ ചില്ലറ കുറ്റം ചുമത്തുക, വിരൽ വെട്ടിക്കളയുക, പിന്നെ ഇവർക്ക് നെയ്യാൻ പറ്റില്ല. അത്ര വലിയ കൊടും ക്രൂരതയൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ട് അവരോട്. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ തുണിക്ക് വലിയ ക്വാളിറ്റിയൊന്നുമില്ല. അവർക്ക് പഞ്ഞി അയക്കുന്നത് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ആ പഞ്ഞി അയക്കുന്നത് ഇപ്പോൾ ഏകദേശം നിന്നിരിക്കുക. 20% ടെക്സ്റ്റൈൽ ബിസിനസ് ഇപ്പോൾ തന്നെ താഴെ പോയി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് യൂനിസ് എല്ലാം ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ആ എക്കോണമി തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. മുഹമ്മദ് യൂനിസിന് വലിയ ഉത്സാഹമായി
ഇവിടെ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വണ്ണിനും ഒക്കെ വലിയ ഉത്സാഹമായി. കാരണം ജമായത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നിരിക്കുന്നു, അവരുടെ ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഉത്സാഹമായി. ഹിന്ദുക്കളെ വ്യാപകമായിട്ട് ഉപദ്രവിക്കുന്നു, കൊന്നൊടുക്കുന്നു. അപ്പം ഏഷ്യാനെറ്റിന് വീണ്ടും ആവേശമായി. മീഡിയ വൺ തുള്ളിച്ചാടിയതാണ്. ഹിന്ദുക്കളെ കൊല്ലുന്നു, മുസ്ലിങ്ങൾ വാഴുന്നു. ഈ വാഴുന്നവൻ്റെ വയറെങ്ങനെ നിറയും എന്നിവർ ആലോചിച്ചില്ല. ഈ വയറ് നിറയണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇത് കൂടാതെയാണ് ടീസ്റ്റ നദി ഭാരതത്തിലൂടെ ഒഴുകിയാണ് ബംഗ്ലാദേശിൽ ചെല്ലുന്നത്. ബ്രഹ്മപുത്ര ഭാരതത്തിൽ നിന്ന് ഒഴുകിയാണ് ബംഗ്ലാദേശിൽ ചെല്ലുന്നത്. ഗംഗ ഭാരതത്തിൽ ഒഴുകിയാണ് അതിൻ്റെ ഒരു ശിഖരം ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. 3 പ്രധാനപ്പെട്ട നദികളുടെ നിയന്ത്രണം ഭാരതത്തിൻ്റെ കയ്യിലാണ്. അതിൽ നമ്മൾ ബ്രഹ്മപുത്രയിലെ ഫറാക്ക ബാരേജ്, അതിൻ്റെ 2 ഷട്ടർ തുറന്നാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇപ്പോഴുണ്ടാകും. പലതവണ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പുറത്ത് പറയാറില്ല. അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് പറയാറില്ല. അല്ലെങ്കിൽ നോക്കിക്കോളൂ, ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം എന്ന് ഇടയ്ക്കിടയ്ക്ക് സിനിജി പത്രത്തിൽ വായിച്ച് ഓർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. എപ്പോഴാണെന്ന് ഓർമ്മയില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ വെള്ളപ്പൊക്കം പലപ്പോഴും ബംഗ്ലാദേശിൽ പാത്രം പോലെയുള്ള സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വന്നിട്ട് ബംഗ്ലാദേശിൽ കെട്ടി നിന്നിട്ട് മെല്ലെ കടലിലേക്ക് ഒഴുകും. അപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നിറയും. കുറേ നേരം കടലിൽ വേലി ഇറക്കം വരുമ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകും. ഇതാണ് ഫറാക്ക ബാരേജ് വെച്ച് ഇന്ത്യ ബംഗ്ലാദേശിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്തെങ്കിലും കൂടുതൽ സ്മാർട്ട്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ഫറാക്കയിലെ 2 ഷട്ടർ നമ്മൾ തുറന്നു വിടും. ബംഗ്ലാദേശ് ഒരാഴ്ച മുങ്ങിക്കിടക്കും. ഇതൊക്കെയാണ് ബംഗ്ലാദേശിനെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. ബംഗ്ലാദേശിൻ്റെ പട്ടാളം എത്രയുണ്ടെന്നറിയാം? 1.3 lakhs എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ആക്ച്വലി അവർക്കുള്ളത് 70,000 പട്ടാളക്കാരാണ് ബംഗ്ലാദേശിന്. അതിൽ 40,000 ഫൈറ്റേഴ്സ്, ബാക്കി 30,000 ഈ ഡോക്ടേഴ്സ്, അതുപോലെ വേറെ സർവീസ് ഒരുപാടുണ്ടല്ലോ. എല്ലാ പട്ടാളക്കാരും അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നവരല്ല, പട്ടാള സർവീസിൽ ഉള്ള. അങ്ങനെ മൊത്തമുള്ള 70,000 40,000 ഫൈറ്റിംഗ് ആയിട്ടുള്ള പട്ടാളക്കാർ. ഈ 40,000 BSFകാർ തന്നെ നമ്മുടെ അതിർത്തിയിൽ നിൽപ്പുണ്ട്. പട്ടാളമല്ല, 40,000-ൽ കൂടുതൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമുക്ക് അതിർത്തിയിലുണ്ട്. എന്ത് ചെയ്യുമെന്നാണ് ബംഗ്ലാദേശ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്നും തുമ്മിയാൽ തെറിച്ചു പോകുന്ന വലിപ്പമേ ഉള്ളൂ ബംഗ്ലാദേശിന്. അതിനുള്ള കഴിവേ ബംഗ്ലാദേശിനുള്ളൂ. വിമാനവാഹിനി കപ്പലുകളില്ല, മിസൈലില്ല, ഒന്നുമില്ല. കാരണം ബംഗ്ലാദേശിന് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. 3 വശത്തും ഇന്ത്യയാണ്, ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യ ഇന്ന് വരെ ഒരു രാജ്യത്തെ ആക്രമിച്ച ചരിത്രമില്ല. പേടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ കഴിഞ്ഞാൽ അതിർത്തിയിലൊന്നും ഒരു പെട്രോളിങ്ങും വേണ്ട, പട്ടാളക്കാരനും വേണ്ട, ഒന്നും വേണ്ട ബംഗ്ലാദേശിന്. ഇപ്പുറത്ത് പിന്നെ കടലാണ്, ആര് വരാനാണ്? അതുകൊണ്ട് ബംഗ്ലാദേശ് സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ബംഗ്ലാദേശിന് ഈ പറഞ്ഞ മുഹമ്മദ് യൂനിസിനൊക്കെ ഓർമ്മ വരുന്നത് 3 വശത്തും ഇന്ത്യയാണ്. ചൈന ചിലപ്പോൾ സ്മാർട്ട് കളിക്കാനൊക്കെ നോക്കിയെന്ന് വരും. പക്ഷേ ഒരു പരിധിക്കപ്പുറം ചൈനയ്ക്കും ഇതെടുത്ത് ഈ പാലസ്തീൻ ചരക്കിനെ എടുത്ത് തലയിൽ വയ്ക്കാൻ ചൈന തയ്യാറാകില്ല. നമുക്കിതെടുത്ത് വയ്ക്കാതെയും പറ്റില്ല, കാരണം നമ്മുടെ അയൽവക്കമാണിത്. അയൽവക്കം മാറാൻ പറ്റില്ലല്ലോ. വാജ്പേയി ഒരിക്കലും പറഞ്ഞിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളുടെ അയൽവക്കമാണ്. അവൻ ദ്രോഹിയാണെങ്കിൽ ദ്രോഹി, പക്ഷേ അവൻ അയൽവക്കമാണ്. അവനെ ഡീൽ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ബംഗ്ലാദേശിൽ ഉടനെ ഒന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. നമുക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം. ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലയട്ടെ എന്ന് വിചാരിക്കുക. മുജീബുർ റഹ്മാൻ്റെ മ്യൂസിയത്തിലേക്കൊക്കെ വരുന്നവരെ അടിച്ചോടിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കെതിരെ വീണ്ടും ഇവർ കൊള്ളിവെപ്പ്, കൊലപാതകം നടത്തുക, ഇതൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിക്കുകയല്ലേ? അല്ല, അത് അവരുടെ ഒരു ഡിസൈനായിരുന്നു. ഈ അരാജകത്വം സൃഷ്ടിച്ച ആളുകളുണ്ടല്ലോ, അമേരിക്കൻ CIA ഒക്കെ, അവർക്കെന്ത് സംഭവിച്ചു? അവർക്ക് ഢാക്കയിൽ അവരുടെ എംബസി ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഈ അട്ടിമറിക്ക് മുമ്പ് തന്നെ അവരുടെ അംബാസഡർ സ്ഥലം വിട്ടു, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി.
ഇപ്പോൾ ഇറാഖിൽ അമേരിക്ക കളിച്ച കളിയില്ലേ, സദ്ദാം ഹുസൈനെ കൊന്നു. സദ്ദാം ഹുസൈനെ കൊന്നു കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് അവിടെ വല്ല നിയന്ത്രണവും ഉണ്ടായോ? കുറച്ച് ഭാഗങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്നു, ബാക്കിയുള്ളത് തോന്നിയാസം പോയി. അമേരിക്കയ്ക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്, അവർ പോയി കച്ചറ ഉണ്ടാക്കിയിട്ട് അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുമെന്ന് വിചാരിക്കും. ഇത് സാധനം ജിഹാദികളുടെ കയ്യിൽ പോവും, പിന്നെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അവരുടെ മുഖ്യശത്രു ആരാണ്? അമേരിക്കയാണ് ജിഹാദികളുടെ മുഖ്യശത്രു. ISISൻ്റെ കൊടി പറപ്പിച്ചു അവർ ഡാക്കയിൽ ഒരു ബിൽഡിങ്ങിൽ. ISIS വന്നു, അല്ലെങ്കിൽ അൽ ഖൈദ വന്നു. അൽ ഖൈദയുടെ ഓഫീസോ മറ്റോ തുറന്നിട്ടുണ്ട് ഡാക്കയിൽ. അതിനർത്ഥം ബംഗ്ലാദേശ് അമേരിക്കയ്ക്കെതിരായി എന്നാണ്. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പോവുക അമേരിക്ക? അതിൻ്റെ മൊത്തം നിയന്ത്രണം ഇപ്പോൾ ഭാരതത്തിൻ്റെ കയ്യിലാണ്. എപ്പോൾ നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കാനാണ് ഈ ബോർഡർ മാനേജ്മെൻറ്റ് കമ്മിറ്റി BMC ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്നത് അമിത്ഷാ. ഇനിയുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇന്ത്യ എടുക്കുകയാണ് ബംഗ്ലാദേശിനെ എന്നായിരിക്കും സംഭവിക്കല്ലേ? ബംഗ്ലാദേശിനെ എടുക്കില്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ എടുക്കും അവർക്ക് ആവശ്യമാണെങ്കിൽ. ഹിന്ദുക്കൾ പറയുകയാണ് ഞങ്ങൾ സ്റ്റിൽ ഇവിടെ തന്നെ കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ഹിന്ദുക്കളെ എടുക്കുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും കൂടെ എടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.